പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 1, 2, 3 പ്രതികരണ വീഡിയോകൾ ചെയ്തു. ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടല്ലോ. സ്വപ്ന സുരേഷുമായിട്ടുള്ള ഒരു ചെറിയൊരു അഭിമുഖത്തിന്റെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം ഏറ്റവും അവസാന ഭാഗത്ത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഒരു ഒറ്റ വാക്കിൽ എന്ത് വിളിപ്പിക്കാം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം സ്വപ്ന സുരേഷിനോട് ചോദിക്കാനുണ്ടായിരുന്ന ഒരു പ്രേരണ എന്തായിരുന്നു? പിണറായി വിജയനോട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. അദ്ദേഹത്തോട് എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നങ്ങളുമില്ല. അദ്ദേഹം ഒരു കേരള സംസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്. പ്രവർത്തികൾ ശരിയല്ലെങ്കിൽ പ്രതികരിക്കുക. കാരണം നമ്മൾ ഭരിക്കുന്നവരെ പറയണ്ടേ. അപ്പോൾ ചോദിക്കുന്ന ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നമ്മൾ ഒറ്റ വാക്കിൽ എന്ത് വിളിക്കാം? അതിനെ തുടർന്നുണ്ടായ കേസൊക്കെ ഉണ്ട്. കേസ് ഇങ്ങനെ വരുമല്ലോ. കേസ് നമ്മുടെ കൂടപ്പുറപ്പാണല്ലോ. കേസിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ സമൂഹത്തെ ഉദ്ധരിക്കാം, ഇപ്പം ഇവിടുത്തെ തെറ്റുകളൊക്കെ തീർക്കാം, ഇവിടെ നന്മ വരും, നാളെ നല്ലൊരു കിനാശേരി ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഭ്രാന്ത് മൂത്ത് നടക്കുന്ന ഭ്രാന്തനായ പാലക്കാരൻ. ഇതുണ്ടാക്കുന്ന മനസ്സമാധാനക്കേടുകളൊന്നും ബാധിക്കുന്നില്ല. മനസ്സമാധാനക്കേടുകൾ ഒരു മനസ്സമാധാനമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. മരിക്കുന്നതിന് മുമ്പ് ഒപ്പിട്ടിട്ട് വെച്ചിട്ട് പോടാവേ. എന്തെങ്കിലും നല്ലതാണോ ചീത്തയാണോ വേണ്ടതെന്ന് നീയും തീരുമാനിക്കുക, ഞാനും തീരുമാനിക്കുക, കാണുന്നവരും തീരുമാനിക്കുക. നമുക്ക് ഒപ്പിട്ടിട്ട് പോകണം. പോകുമ്പോൾ ഒപ്പിട്ടിട്ട് പോകണം. പിന്നെ എന്ത് കുഴപ്പമില്ല ഇവിടെ ജീവിച്ച്. നീ ഇപ്പോൾ എന്ത് വലിയ ആളാണ്, ഞാൻ എന്ത് വലിയ ആളാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തേക്ക് കഴിയുമ്പോഴത്തേനും നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ഭാര്യയും പിള്ളേർ വരെ നമ്മളെ മറക്കും. പിന്നെ ആണ്ടിനെ ഓർക്കും. നമ്മളൊക്കെ മരിച്ചു കൊണ്ടുവരാ ഉഴുകി മണ്ണിനകത്ത് കിടന്ന് കാമിക്ക് വന്ന് കെട്ടിപ്പിടിക്കുമോ? ആ മണമുള്ള ബോഡിയിൽ കെട്ടിപ്പിടിക്കില്ല. അമ്മ പോലും വരത്തില്ല. ഞാനൊക്കെ ചത്ത് കിടന്നു കഴിഞ്ഞാൽ ആരും ഒരു പട്ടിക്കുറുക്കനും വരത്തില്ല. കൂടെ ഉള്ളവരും കാണില്ല, ആരും കാണില്ല. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഒന്നും പറയട്ടെ, വിനുവിന് എത്ര സുഹൃത്തുക്കളുണ്ടായിരുന്നു? ഒരുപാടുണ്ട് അല്ലേ? അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോഴുള്ള അവസ്ഥ ദൗർഭാഗ്യകരമാണ്. എന്തുകൊണ്ടാണ് ഈ ദൗർഭാഗ്യതയൊക്കെ ഉണ്ടാവുന്നത്? ആ പയ്യനെ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടില്ലായിരുന്നോ? ആ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ആ ചെയ്തവനെ നമുക്ക് പൊക്കാൻ പറ്റില്ലായിരുന്നോ? എന്നിട്ട് മലയാളിയുടെ ഒരു കോപ്പിലെ ഡയലോഗാണ്, ദൗർഭാഗ്യകരമായിപ്പോയി. മുഖ്യമന്ത്രിയും പറയുന്നത്, പോലീസുകാരും പറയുന്നത് ദൗർഭാഗ്യകരമായിപ്പോയി. നമ്മൾ കാണിച്ച തെണ്ടിത്തരത്തിന് അവസാനം പറയുന്ന ഡയലോഗാണ് ദൗർഭാഗ്യകരമായിപ്പോയി. പോലീസുകാർ തന്തയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും കുഴപ്പമില്ല. പാലാക്കാരൻ തെറ്റ് ചെയ്തവനെ, വൃത്തികേട് കാണിച്ചവനെ, മകൻ അമ്മയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ അമ്മയ്ക്കെതിരെ കേസെടുത്തവനെ 2 തെറി പറഞ്ഞാൽ തെറ്റാണ്, ഏഭ്യനാണ് പോലും. ബോബിച്ചമ്മണ്ണുമായിട്ടുള്ള സൗഹൃദം നല്ല സൗഹൃദമാണ്. അയാൾ എനിക്കൊന്നും തരാനില്ല, ഞാൻ അയാൾക്കൊന്നും കൊടുക്കാനില്ല. എൻ്റെ നല്ല സുഹൃത്താണ് പോയി. എനിക്കങ്ങനെ കുറേ സൗഹൃദങ്ങളുണ്ട്. എൻ്റെ സൗഹൃദം ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അദ്ദേഹത്തിനൊപ്പം നിൽക്കണമെന്ന് തോന്നിയോ? അങ്ങനെയൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വൃത്തികേട് എന്ത് കാണിച്ചാലും പോലീസ് കേസെടുത്ത് ബഹുമാനപ്പെട്ട കോടതി എന്ത് തീരുമാനിക്കുന്നതിന് സൂരജ് പാലക്കാരനോ ബോബി ചെമ്മണ്ണവരൊന്നും വലിയ ആളല്ല. ഞാനതിന് അയാളുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ആണിനെ പെണ്ണിന് തുല്യനീതി ആയിരിക്കണം. നീ ചില ഭാഷയെ കൂടെ പറയാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത്. എനിക്ക് എൻ്റെതായ ഭാഷയിൽ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ല എൻ്റെ ഒരു സാധനം കിട്ടത്തുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ ജയിലിൻ്റെ കൊണ്ടായപ്പോഴൊക്കെ ഞാൻ പോയായിരുന്നു. ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പോകും, അദ്ദേഹത്തെ കാണാൻ പോയി. നമ്മളിപ്പം എൻ്റെ അനിയനെ പോലീസ് കൊണ്ട് ഞാൻ കാണിച്ച വൃത്തികേടായിരുന്നു. പക്ഷേ അന്ന് പോകണ്ടേ അവിടെ? അത് സ്നേഹമൊന്നുമല്ലേ ഞാൻ പറയുന്നത്. സ്നേഹം എന്താണ് സ്നേഹം എന്ന് പറയുന്നതല്ല. സ്നേഹം കാണിച്ചു കൊടുക്കാനുള്ളതാണ്. സ്നേഹം അറിയിപ്പിക്കണം. നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നില്ല, നമ്മൾ സ്നേഹം അറിയിപ്പിച്ചു കൊടുത്താണ്. ലോകത്ത് സ്നേഹത്തെക്കാൾ വലിയ ഒറ്റ സാധനവുമില്ല. സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ എൻ്റെ സ്നേഹക്കാരനൊക്കെ എത്ര അമ്മരെ എന്താ പറയുക വെറുതെ വിട്ടിട്ടുണ്ടെന്നറിയോ? വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ചതിച്ചവരെയൊക്കെ ഇപ്പോഴും സ്നേഹവരെ എത്ര പേര് ചതിച്ചിട്ടുണ്ട്? ഒരുപാട് പേര്. ചന്തുവിൻ്റെ ജീവിതം ചതി ഏറ്റുവാൻ വേണ്ടിയെന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഒക്കെ ഓരോരുത്തരും ഒരു നിവൃത്തിയോട് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കരഞ്ഞിട്ടുണ്ടോ? പിന്നെ കരച്ചിൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. കണ്ണാടി നോക്കി അറിയത്തുള്ളൂ കേട്ടോ. കണ്ണാടി നോക്കിയിട്ട് ഒരു കരച്ചിൽ, അത് കണ്ണാടി നോക്കി കരച്ചിട്ടുണ്ടോ? സൂപ്പർ പരിപാടി കേട്ടോ. ഭയങ്കര ടെൻഷൻ വരുമ്പോൾ തന്നെ കേട്ടോ, ഭയങ്കര ടെൻഷൻ വരുമ്പോൾ നമ്മൾ വലിയ കണ്ണാടി പോയിട്ട് ചോദ്യം ചോദിക്കണം നമ്മളോട്. നമ്മളെ ചോദ്യം ചെയ്യാൻ മറ്റാരെ അനുവദിക്കുക. നമ്മൾ ചോദ്യം ചെയ്യണം. ഞാൻ 2 തെറിയൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം നീ സൂരജ് പാലക്കാരൻ വെച്ചു, നീ മിററാണ്, ആരെങ്കിലും നോക്കി ഞാൻ സൂരജ് പാലക്കാരൻ, അത് സൂരജ് പാലക്കാരൻ. എടാ ഡാഷേ, ഇതുപോലെ മറ്റവനാന്ന് എനിക്കൊരു തോന്നലുണ്ട്. കൊപ്പിലെ താടിയും വെച്ച് വായി വീട്ടിൻ്റെ തെറിയും വിളിച്ച് നാട്ടുകാരെ തെറിയും പറഞ്ഞ് എനിക്ക് നാണം ഉണ്ടോടാ. കാരണം അപ്പുറത്തെ സൂരജ് പാലക്കാരനോട് തിരിച്ച് സംസാരിക്കും. അത് പറയുന്നില്ല. അപ്പം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതാണ് നമ്മളെ ചോദ്യം ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവണം. നമ്മൾ ആ ചോദ്യം ചെയ്യലില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ പലയിടത്തും തോറ്റുപോകണം. നമ്മളെ ചോദ്യം ചെയ്യാറുണ്ടോ? കുറവാണ്. നീ ഉണ്ടാവും. നമ്മൾ മറ്റുള്ളവരാണ് നമ്മളെ ചോദ്യം ചെയ്യുന്നത്. നമ്മളതിന് അവസരം കൊടുത്തിട്ടല്ലേ.
ഞാൻ ചോദ്യം ചെയ്യാൻ അവസരം കൊടുക്കാറില്ല. പോലീസ് ചോദ്യം ചെയ്യാൻ വന്നപ്പോഴും ഞാനിങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ വർത്തമാനം പറയുന്നത്. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? അതെൻ്റെ വിഷയമല്ലല്ലോ, അതിലെനിക്ക് വിഷമമില്ലല്ലോ. എല്ലാവരും തെറി പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ്. ഈ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ടല്ലോ, 10-12 വർഷം അല്ല, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2018-19 സമയത്ത് ഈ രൂപത്തിലൊന്നും അല്ലാത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഏത് രൂപത്തിൽ അല്ലെങ്കിൽ ഈ താടി ഒന്നെങ്കിൽ ഇതിലും നല്ലതായിരുന്നു പറയണം, ഇല്ലെങ്കിൽ ഇതിലും മോശമായിരുന്നു പറയണം. കമ്പാരിറ്റീവ്ലി നല്ലതായിരുന്നു. എന്നോട് ഞാൻ ഒന്നും തുറന്നു പറയും. ഹാൻഡിൽ ബാർ പോലെ മീശയൊക്കെ വെച്ചിട്ട്, ഹാൻഡിൽ ബാർ മീശ, ഇങ്ങനത്തെ താടിയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനത്തെ മാത്രം മീശ. ഹാൻഡിൽ ബാർ ഇങ്ങനെ ഇരിക്കുന്നത്, അതാണ് അത് കൊള്ളാം, പുതിയ സാധനം അത്. അപ്പോൾ ഹാൻഡിൽ ബാർ പോലെ മീശ, ഹാൻഡിൽ ബാർ മീശ എന്ന് പറയും. നമ്മുടെ പലരിടത്തില്ല. സൂരജ് പാലക്കാരൻ ആ സമയത്ത് ചെയ്തിരുന്ന ഒരുപാട് ഈ കുഷ്ഠരോഗികളെ സഹായിക്കുക പോലത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ അന്ന് നിങ്ങളുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ആക്റ്റീവ്ലി ചെയ്യുന്ന ഒരു സമയമാണ്. അന്ന് നമ്മുടെ ഈ മൊബൈൽ ജേർണലിസം അഥവാ ഈ സോഷ്യൽ മീഡിയ ജേർണലിസം അത്ര വളർന്നിട്ടൊന്നുമില്ല. ഇന്ന് കാണുന്ന ട്രൂ ടിവിയുടെ അവസ്ഥയിലുമല്ല അത്. അപ്പോൾ അന്ന് ട്രൂ ടി വി ഇല്ല. അന്ന് ട്രൈബൽ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യുക, അവർക്ക് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവര് ഒരു പ്രൊഫൈലിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവരൊന്നും കാണാൻ നമുക്ക് സമയമില്ല, അവരോടൊന്നും ഇടപഴകാൻ നമുക്ക് സമയമില്ല, സമയമില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു വീഡിയോ അന്ന് വലിയ രീതിയിൽ വൈറലായിരുന്നു, ശ്രദ്ധയിലും പെട്ടിരുന്നു എൻ്റെ മനസ്സിൽ. ആ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഒന്നും സോഷ്യൽ മീഡിയ ചെയ്യാറില്ല. അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രതിച്ഛായ മാറ്റാവല്ലോ, കുറച്ചുകൂടി ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവില്ല. നിന്റെ സിമ്പതി കിട്ടിയിട്ട് വേണ്ട ജീവിക്കും, നാട്ടുകാരുടെ സിമ്പതിയിലേ ജീവിക്കുന്നു. ഒരു മോണിറ്ററി ബെനിഫിറ്റിന് ഒന്നിനും വേണ്ടിയിട്ടല്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്, ഇങ്ങനെ ചെയ്യുന്ന ഒരു സൈഡ് കൂടി ഉണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ. കുറേ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മൾ എന്തേലും തുറന്നു കാട്ടിയാലും ചെമ്പരത്തിപ്പ് പോകാന്ന് പറയും. അതുകൊണ്ട് വേണേ വിശ്വസിച്ചാൽ മതി. പിന്നെ ഞാൻ വേറൊരു സാധനം പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് കള്ളത്തരം കാണിക്കും, എന്നാലും പിടിക്കപ്പെടും. അപ്പം ഞാൻ ഈ ബാറിലൊക്കെ ഇരിക്കും. വീണ്ടും ഈ ബാറിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ, ബാറെന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട് കാണേണ്ട സാധനമല്ല ഒരിക്കലും. അപ്പം നമ്മൾ പറഞ്ഞു വളരെ പ്രൊഫൈൽ പറഞ്ഞാൽ, ഈ ബാറിലൊക്കെ ഇരിക്കുമ്പം ഒരു തോന്നുന്നുണ്ട്, ചേട്ടാ ഒന്ന് പുറത്തേക്ക് വരാം, ഫോട്ടോ എടുക്കാൻ. ഇതൊക്കെ ദേഷ്യമാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞു പുറത്തേക്ക് വരണ്ട, ഇവിടെ വെച്ചെടുത്തു. അല്ല ബാറിലൊക്കെ എങ്ങനെ, ഞാൻ കൗണ്ടർ നിന്നേ കഴിക്കാറുള്ളൂ, ഇരുന്നൊന്നും കഴിക്കുന്നൊന്നുമില്ല. അപ്പം നമ്മൾ ഒളിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഈ ഒളിച്ച് വെക്കുന്നതെല്ലാം പിടിക്കപ്പെടും. നമ്മൾ എന്ത് ഒളിച്ച് ചെയ്തു. ഞാൻ വല്ലപ്പോഴൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ബാറിൽ വന്നിട്ട് മാനേജറെ കണ്ടിട്ട് ആരെങ്കിലും പൊക്കും, ഫോട്ടോ എടുത്തിടും. നമ്മൾ എന്തിനാണ് ഈ ഒളിച്ച് ചെയ്യുന്നത്? ഒന്നും ചെയ്യാൻ പോകരുത്, ഒന്നും ഈ പണിക്ക് പോകരുത്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ ചെയ്യുക, ഒളിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഒളിച്ച് ചെയ്യുക. ഈ പബ്ലിക്കലി നമ്മൾ എന്തിനാണ് ഒളിപ്പിക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് യാത്ര പോവുകയും സൗഹൃദങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. യാത്രകൾ ഒരുപാട് പ്രിയപ്പെട്ടതാണ്. എൻ്റെ മുന്നേ എന്ത് പ്രിയപ്പെട്ടു. എനിക്ക് പണ്ട് ഇസൂസു എന്ന് പറഞ്ഞ വണ്ടിയിലായിരുന്നു, ഞാൻ പോകാത്ത സ്ഥലമില്ല. ഇങ്ങനെ പോവും, വണ്ടിയെ കിടന്ന് ഉറങ്ങും, എന്ത് രസമാണ്. ഏറ്റവും അധികം തവണ റീവിസിറ്റ് ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടം തമിഴ്നാടാണ്. എപ്പോഴും തമിഴ്നാട്. എനിക്ക് ടെൻഷൻ കയറി അപ്പം ഞാൻ തമിഴ്നാട് പോകും, ബസ്സിലൊക്കെ കയറി പോകും. തമിഴ്നാട്ടിലെവിടെ? തമിഴ്നാട്ടിൽ അങ്ങനെ തമിഴുള്ള ഏത് സ്ഥലമാണ് ഞാൻ പോകും, എല്ലാ സ്ഥലത്തോട്ട് പോകും. അങ്ങനെ പ്രത്യേകം ഞാൻ വണ്ടി കയറി ഭയങ്കര ഇഷ്ടമാണ്. തമിഴന്മാർ ഭയങ്കര ഇഷ്ടമാണ്, തമിഴ് പറയുന്നവരെ ഇഷ്ടമാണ്. എനിക്ക് തമിഴ് പറയാനായിട്ട് അറിയത്തുമില്ല, കാരണം അടിച്ചാൽ ഭയങ്കര തമിഴ് പറയും, കറക്റ്റായിട്ട് പറയും. അവിടെ മറ്റേ ഇപ്പോഴത്തെ ബാറിലല്ല, അതിന് പറയുന്ന പേരാണ് ടാസ്മാക്കി കയറിയിട്ടുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ, കുറച്ച് നാൾ പോയപ്പോൾ ടാസ്മാക്കി ചെന്നിട്ട് ഞാൻ മുണ്ട കൊടുത്തിരിക്കുന്നു, ഷർട്ടൊക്കെ അഴിച്ചിട്ട് തല കെട്ടൊക്കെ നമ്മളെ ആരറിയാൻ അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് മറ്റേ സാധനമല്ലോ, കോട്ടറിന്റെ പകുതി ഒരു സാധനമാണ്, കവറിനകത്താക്കി. ഇതാണ് അതിൻ്റെ സാധനം, 60 രൂപ കൊണ്ടുള്ളൂ. ഇത് മേടിച്ചാണ് അവർക്ക് എല്ലാവർക്കും കൊടുത്തു. നല്ല ഫുഡും ഷർട്ടൊക്കെ കഴിച്ച് തലയിലെ കെട്ടൊക്കെ കെട്ടി വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച്. ഇതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, നമ്മളെ തിരിച്ചറിയാന്ന് പറയുന്ന പണ്ടൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, സിനിമയിൽ പോയി അറിയാൻ. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നത് ബാധ്യതയാവുന്ന ഒരു അവസ്ഥയൊണ്ട്, നമ്മുടെ പ്രൈവസിയിലേക്ക് കിടന്നുള്ള കടന്നുകയറ്റം അല്ലേ. നമുക്ക് എന്തൊരു സ്ട്രെസ്സാണ്. നമ്മളോട് എൻ്റെ ഇഷ്ടം എനിക്ക് സംസാരിക്കുന്നതാണ്, വർത്തമാനം പറയുന്നതാണ് ഇഷ്ടം, എനിക്ക് സ്നേഹിക്കുന്നതാണ് ഇഷ്ടം, എനിക്ക് യാത്ര പോകണമാണ് ഇഷ്ടം. എൻ്റെ ലോകം ചെറുതാണ്, വലിയ ലോകത്തിലേക്ക് പോകാൻ സൂരജ് പാലക്കാരൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്കിഷ്ടമല്ല. ഞാനിങ്ങനെയാണ്, നാളെയും ഇങ്ങനെ ആവത്തുള്ളൂ. പക്ഷേ ഇന്നായാലും നാളെയാണെങ്കിലും പാവപ്പെട്ടവരെ കുത്തി ചോര കുടിക്കുന്ന ഏത് കൊലക്കൊമ്പനായാലും ഏത് കൊതുകായാലും അവൻ്റെ തലക്കെട്ടടിക്കാൻ ഞാനുണ്ടാവും, ഏതറ്റം വരെ പോയാലും. എൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചു വന്നവർ ഇതുവരെ 99% പേരെ ഞാൻ പണക്കി വിട്ടിട്ടില്ല. ഒന്നെങ്കിൽ ഞാൻ വാർത്ത ചെയ്യാൻ വേണ്ടിയല്ല, ഒരു ഫോൺ വിളിച്ച് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാറുള്ളൂ. അത് ഈ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ എത്രയോ അപ്പുറമെന്നറിയോ. ഒരു ദിവസം ഒരു 8-10 കേസ് ഞാൻ സോൾവ് ചെയ്യാറുണ്ട്, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ. ഈ അടുത്ത് അങ്ങനെ ചെയ്തവർ ഇന്നലെയും വിളിച്ചു പറഞ്ഞാണ്. ഒരു പയ്യന് ഈ പറഞ്ഞ അവൻ സ്ഥലം വിറ്റു, അതിൻ്റെ ബാലൻസ് പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പ്രമുഖനായ ഒരു വ്യക്തിയാണ്, നമ്മളെ പറഞ്ഞാൽ അറിയുന്ന ഒരാളാണ്. അത് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നൊരു കാര്യമുണ്ട്, ഇന്ന ആളാണെന്ന് ചോദിച്ചാൽ ചേട്ടാ അത് ഞാൻ അവിടെ ചൂടൊന്നും അല്ല, ഇങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ വന്നപ്പോൾ കുറേ ദിവസമായിട്ട് വിളിക്കുന്നു കേട്ടോ, ഒന്ന് ചെയ്തു കൊടുത്തൂടെ.
ഒന്ന് സൂരജ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണത് അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രശ്നം, ഞാൻ അവരെ വിളിക്കുന്നു, ഇങ്ങനെയുണ്ടോ, അതിങ്ങനെയാണ് കാര്യങ്ങൾ, അപ്പോൾ അതൊന്ന് ചെയ്തു തരാം കൊടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ടിയല്ലേ, ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നൊരു സഹായമല്ലേ, അതപ്പോൾ തന്നെ ചെയ്തു. വേണമെങ്കിൽ ഈ വ്യക്തിയെ 4 പേര് അറിയുന്ന ഒരാളാണ്, ഭയങ്കര വാർത്തയായിട്ട് വേണേൽ ചെയ്യാം, ഇതിങ്ങനെ വേണേൽ ചെയ്യാം. ഇത് ഞാൻ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്, അത് ഞാനാണല്ലോ, ഞാൻ കൊള്ളാമല്ലോ അല്ലേ, നമ്മൾ സൂപ്പറാണല്ലോ. മറ്റുള്ളവരല്ല പറയണത്, ആദ്യം നമ്മളോട് പറയണം, നീ കൊള്ളാടാ പാലക്കാരാ, നീ കൊള്ളാടാ വിഷ്ണു. ആദ്യം നമ്മളെ സ്നേഹിക്കണം, എന്നാൽ മാത്രമല്ലേ അടുത്തുള്ള ആൾക്കാരൊക്കെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ.